പണ്ട് റഷ്യയിൽ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അയാൾ 3 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നേരം ഭക്ഷണവും അത്യാവശ്യ ശമ്പളമൊക്കെ കിട്ടിയെങ്കിലും യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു. കുറച്ചു കാലമൊക്കെ നാട്ടിൽ വന്ന് നിന്നവരുടെ കയ്യിലെ പണമൊക്കെ തീർന്നു, ദാരിദ്ര്യമായി. അങ്ങനെ അയാൾ ഗതിയില്ലാതെ നാടൊക്കെ ചുറ്റി നടന്ന അവസാനം ഒരു തടാകത്തിൻ്റെ കരയിലെത്തി. അവിടെ നിന്ന് വിചാരിച്ചു, ഈശ്വര, എനിക്ക് ആരെങ്കിലും ഒരു ജോലി തന്നിരുന്നെങ്കിൽ അതിന് ഏത് പിശാചായാലും സാരമില്ല, ഞാൻ ചെയ്തേനെ. അപ്പോൾ ഈ തടാകത്തിൽ ഒരു വലിയൊരു പിശാച് താമസിക്കുന്നുണ്ടായിരുന്നു. പിശാച് ഉടനെ അയാളോട് ചോദിച്ചു, പട്ടാളക്കാരെ, തനിക്ക് എന്ത് ജോലി വേണം? പട്ടാളക്കാരൻ പറഞ്ഞു, എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്യാം. അപ്പോൾ പിശാച് പറഞ്ഞു, വലിയ ജോലിയൊന്നുമില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, 15 കൊല്ലത്തേക്ക് താടി വടിക്കരുത്, മുടി വെട്ടരുത്, നഖം മുറിക്കരുത്, മൂക്ക് ചീറ്റരുത്, വേഷം മാറ്റരുത്. ഏറ്റു. പട്ടാളക്കാരൻ സമ്മതിച്ചു. പക്ഷേ ഒരു വ്യവസ്ഥ, ഞാൻ ആശിക്കുന്നതെല്ലാം എനിക്ക് ചെയ്തു തരണം. പിശാച് പറഞ്ഞു, ശരി, അതും സമ്മതിച്ചു. നിനക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവില്ല, നീ എന്ത് ചോദിച്ചോ അത് ഞാൻ തരാം. പക്ഷേ 15 കൊല്ലത്തേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യണം. അപ്പോൾ പട്ടാളക്കാരൻ പിശാചിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് 1 ചാക്ക് സ്വർണം താ. ഉടൻ തന്നെ ഈ പിശാച് ഈ പട്ടാളക്കാരന് 1 ചാക്ക് സ്വർണം കൊടുത്തു. അപ്പോൾ പട്ടാളക്കാരൻ പറഞ്ഞു, ആ പണമായി, ഇനി എനിക്കൊരു വീട് വേണം, അത് നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ വേണം. പിശാച് അതും സാധിച്ചു കൊടുത്തു. പട്ടാളക്കാരൻ അവിടെ താമസമായി. അയാൾ മുടി വെട്ടിയില്ല, നഖം വെട്ടിയില്ല, കുളിച്ചില്ല, വസ്ത്രം മാറിയില്ല, മൂക്ക് ചീറ്റിയില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ തൻ്റെ കയ്യിലുള്ള പണം അയാൾ മറ്റുള്ളവർക്ക് ധാരാളമായിട്ട് കൊടുത്തു. അയാളെ പാവപ്പെട്ടവർക്ക് ഉദാരമായിട്ട് ദാനം ചെയ്തു. അതുകൊണ്ട് തന്നെ അയാളെപ്പറ്റി എല്ലാവരും അറിഞ്ഞു. അങ്ങനെ 14 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ രാജ്യത്തെ രാജാവ് സാർ ചക്രവർത്തിക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. അദ്ദേഹത്തിൻ്റെ ഖജനാവ് കാലിയായി. രാജ്യത്ത് വലിയ ക്ഷാമമായിരുന്നു, പണമൊന്നും ഇല്ലായിരുന്നു. അവിടെ സാർ ചക്രവർത്തി ഈ പട്ടാളക്കാരനെ പറ്റി അറിഞ്ഞിട്ട് അയാളെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണമായിരുന്നു. നിങ്ങളെല്ലാവർക്കും ഉദാരമായിട്ട് പണം കൊടുക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് തരുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ പട്ടാള മേധാവിയായിട്ട് നിയമിക്കാം. പട്ടാളക്കാരൻ പറഞ്ഞു, എനിക്ക് മേധാവിയൊന്നും ആവണ്ട, ഞാൻ പണം തരാം, പക്ഷേ എനിക്ക് അങ്ങയുടെ മക്കളിൽ ഒരാളെ വിവാഹം കഴിച്ചായിരുന്നു. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, അത് നിങ്ങളുടെ ഒരു പടം എനിക്ക് വരച്ചത്, ഞാൻ മക്കളെ കാണിക്കട്ടെ, അവർ സമ്മതിക്കുകയാണെങ്കിൽ നടത്താം. അങ്ങനെ പട്ടാളക്കാരൻ തൻ്റെ ഒരു ചിത്രം വരപ്പിച്ച് ചക്രവർത്തിക്ക് കൊടുത്തു. ചക്രവർത്തി ഈ ചിത്രം തൻ്റെ മക്കളെ കൊണ്ട് കാണിച്ചു. 3 പെൺമക്കളായിരുന്നു. മൂത്ത മകൾ പറഞ്ഞു, എനിക്ക് ഇയാളെ കല്യാണം കഴിക്കേണ്ടത്, ഇതിലും ഭേദം ഞാൻ ഏതെങ്കിലും പിശാചിനെ കല്യാണം കഴിക്കുന്ന. അവിടെ അദൃശ്യനായിട്ട് മറഞ്ഞു നിൽക്കുകയായിരുന്നു. പിശാച് ഇത് എഴുതിയെടുത്തു. അടുത്തത് 2ാമത്തെ മകളുടെ ഊഴമായിരുന്നു. അവളും പറഞ്ഞു, വേണ്ട, ഇതിലും ഭേദം പിശാചിനെ കല്യാണം കഴിക്കുന്നത്. പിശാച് അതും എഴുതിയെടുത്തു. 3ാമത്തെ മകൾ വന്ന് കണ്ടിട്ട് പറഞ്ഞു, പിതാവേ, നമ്മുടെ രാജ്യം രക്ഷപ്പെടുത്താനില്ല, ഞാൻ ഇയാളെ വിവാഹം കഴിക്കാം. അങ്ങനെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നു. വിവാഹത്തിന് തലേന്നായപ്പോഴേക്കും 15 കൊല്ലം അവസാനിച്ചു. അയാൾ ഉടൻ തന്നെ മുടി വെട്ടി, നഖം വെട്ടി, വസ്ത്രം മാറി, കുളിച്ച് നല്ല വൃത്തിയായി സുന്ദരനായിട്ട് സാർ ചക്രവർത്തിയുടെ അടുത്തേക്ക് ചെന്നു. പിശാച് തിരിച്ച് തടാകത്തിലേക്ക് പോയി. പിശാച് ചെന്നപ്പോൾ പിശാചിൻ്റെ മുത്തച്ഛൻ അവർ ദേഷ്യപ്പെട്ടിരിപ്പുണ്ട്. മുത്തച്ഛൻ ചോദിച്ചു, നിന്നെ എന്തിനു കൊള്ളാം? ഒരു മനുഷ്യൻ്റെ പിന്നാലെ 15 കൊല്ലം നടന്നിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ, അവൻ്റെ വാക്ക് തെറ്റിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ പിശാച് പറഞ്ഞു, അപ്പൂപ്പ പേടിക്കേണ്ട, ഒരാൾ പോയെങ്കിൽ എന്താ, നമുക്ക് 2 പേരെ കിട്ടി. സാർ ചക്രവർത്തിയുടെ 2 പെൺമക്കൾക്കും പിശാചിനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് വേണം?